സാധാരണ നമ്മൾ 7 തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റ് നമ്മൾ 8 മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് യോഗത്തിന് ഈ വെബിനാർ ഈ പഠന ക്ലാസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിന് ഇതിന്റെ ജില്ലാ കോർഡിനേറ്റർ KP ഹരിലാലിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സഹകരണ വീക്ഷണം ഗ്രൂപ്പിന്റെ നമ്മൾ 25ഓളം ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ കണ്ടക്ട് ചെയ്തു. ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ ആയിട്ട് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതൊക്കെ എല്ലാവർക്കും വളരെ ഗുണകരമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ 26ാമത്തെ ക്ലാസ് ആണ്, 26ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാഥമിക സഹകരണ മേഖലയ്ക്ക് NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകുന്ന സേവനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അതിലേക്ക് നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് NCDCയുടെ തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ, കേരളത്തിന്റെ മുഴുവൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് നമുക്ക് ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം NCDCയിൽ പ്രോഗ്രാം ഓഫീസറായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തു. തുടർന്ന് ഗുവാഹത്തി, റാഞ്ചി തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സേവനമനുഷ്ഠിച്ചു. നിലവിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം നമ്മളുടെ റീജിയണൽ ഡയറക്ടറായിട്ട് ചീഫ് ഡയറക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അപ്പം ഈ മേഖലയെ പറ്റിയിട്ടുള്ള അറിവുകൾ നമുക്ക് പകർന്നു തരുന്നതിന് അദ്ദേഹത്തെക്കാൾ നല്ലൊരു വ്യക്തിയില്ല എന്ന് തന്നെ പറയാം. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ അതിഥിയായി കിട്ടിയതിൽ തന്നെ നമുക്ക് വളരെ സന്തോഷവും വളരെ ഭാഗ്യവുമാണ്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ഒപ്പം തന്നെ സാറിന് നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ കൂട്ടായ്മയിലെ എല്ലാവർക്കും നമസ്കാരം. ഒരു 5-6 മിനിറ്റ് വൈകിപ്പോയി, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഏതായാലും നമ്മള് പരിപാടി തുടങ്ങാം. അപ്പൊ ഷെയർ ചെയ്യോ മറ്റേ അരുൺ? സാറേ ഞാൻ ഷെയർ ചെയ്തോളാം. ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാം. NCDC അഥവാ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫിനാൻസ് ചെയ്യുന്ന നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫിനാൻസ് ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ കേരള ബാങ്ക് ഉണ്ട്, അതുപോലെ നബാർഡ് ഉണ്ട്. NCDCയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമേ NCDCക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളോടൊപ്പം സാധാരണ വ്യക്തികൾക്കും ഫൈനാൻസ് ചെയ്യാം. അതുപോലെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ സഹായം കൊടുക്കുന്നുണ്ട് നബാർഡൊക്കെ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് NCDC. ഒരു മിനിറ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയറിങ് നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ചെയ്തോളാം. കുഴപ്പമില്ല. അപ്പൊ NCDC സ്ഥാപിതമായത് 1963 അതിനു മുമ്പ് 1951 ഒരു ഓൾ ഇന്ത്യ ക്രെഡിറ്റ് കമ്മിറ്റി റിസർവ് ബാങ്ക് സെറ്റപ്പ് ചെയ്യണ്ടായി. ആ ക്രെഡിറ്റ് കമ്മിറ്റി 54 അതിന്റെ ശുപാർശ സമർപ്പിച്ചു. അപ്പൊ റൂറൽ ഏരിയയിൽ ക്രെഡിറ്റ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. അതിപ്പോ മണി ലെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഗ്രിപ്പിലാണ് റൂറൽ മേഖല എന്ന് കണ്ടിട്ട് അപ്പൊ അവരുടെ കുറെ റെക്കമെൻഡേഷൻസ് ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു NCDC. പിന്നെ അതുപോലെ നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ബോഡിയാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അത് 1963 ഈ ബോഡി നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് NCDCയും വെയർ ഹൗസിംഗ് ബോർഡും രണ്ടാക്കി വിഭജിച്ചത്. അപ്പൊ NCDC ആക്ട് 1962 ആണ്. അപ്പൊ NCDCയുടെ മേജർ റോൾ എന്ന് പറഞ്ഞാല് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഖാന്തരം രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ്, അതുപോലെ ബാക്കിയുള്ള വിഭാഗങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക, റൂറൽ ക്രെഡിറ്റ്, എസ്പെഷ്യലി പോസ്റ്റ് ടെക്നോളജി.
അപ്പൊ അതിനാണ് NCDCയുടെ മാൻഡേറ്റ്. അതില് നമ്മൾ അഗ്രികൾച്ചർ ഉണ്ട്, അലൈഡ് സെക്ടേഴ്സ് ഉണ്ട്. അലൈഡ് സെക്ടർ എന്ന് പറയുമ്പോൾ ഫിഷറി, ഹാൻഡ്ലൂം, കയറ്, അങ്ങനെയുള്ള അഗ്രികൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ്. പിന്നെ കുറച്ച് നോട്ടിഫൈഡ് സർവീസസ് എന്ന് പറയും. നോട്ടിഫൈഡ് സർവീസസ് അത് ഓരോ കാലത്തും ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന സർവീസസ്. ആദ്യം അഗ്രികൾച്ചർ ഇതായിരുന്നു, പിന്നീട് ഇപ്പോ ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താണ്. അപ്പൊ അങ്ങനെയുള്ള നോട്ടിഫൈഡ് സർവീസസ് അത് അങ്ങനെ ആ ഏരിയയിൽ ഉള്ള സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ ആ സെക്ടറുകൾക്ക് ഫൈനാൻസ് ചെയ്യുക എന്നുള്ളതാണ് NCDCയുടെ ഒരു റോള്. അതിനെ ഡെവലപ്പ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് NCDCയിലേക്ക് ചെയ്യുന്ന റോള്. ഇനീഷ്യലി നമ്മൾ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു. അത് 4 വർഷം മുമ്പ് ഒരു കോപ്പറേറ്റീവിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് സെക്ടർ മിനിസ്ട്രി ഉണ്ടാക്കി. അപ്പൊ ആ ഇപ്പോ NCDC വർക്ക് ചെയ്യുന്നത് കോപ്പറേഷൻ മിനിസ്ട്രിയുടെ കീഴിലാണ്. ഞങ്ങളുടെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അമിത്ഷാ ആണ്. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രം. അത് ഒരു NCDCയുടെ ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ കൗൺസിൽ ഉണ്ടായാലും ഒരു 51 മെമ്പർമാരാണ്. അതിന്റെ പ്രസിഡന്റ് ഈ കോർപ്പറേഷൻ മിനിസ്റ്ററാണ്. പിന്നെ അത് ജനറൽ കൗൺസിലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിങ്ങളുടെ ജനറൽ ബോഡിയുടെ മാതിരി NCDCയുടെ റോൾസ് അല്ലെങ്കിൽ NCDC എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ റോഡ് ഞങ്ങളുടെ ആക്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യുക, അതാണ് ജനറൽ കൗൺസിലിന്റെ റോള്. രണ്ടാമത് നമ്മുടെ ഒരു ബോർഡ് ഉണ്ട്, അത് 12 മെമ്പർ ബോർഡാണ്. അതിന്റെ ചെയർമാൻ സെക്രട്ടറി കോർപ്പറേഷൻ ആണ്. ആശിഷ് ഭൂട്ടാനിയാണ്, IAS കാരനാണ്. അങ്ങോട്ടാണ് നമ്മുടെ ബോർഡിന്റെ ചെയർമാൻ. അതുപോലെ MD എന്ന് പറഞ്ഞാല് പങ്കജ് കുമാർ ബൻസൽ, തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. പിന്നെ അങ്ങനെ ഡെപ്യൂട്ടി MDമാരുണ്ട് 2 പേര്. അങ്ങനെയുള്ള ഒരു കുറച്ച് ഓഫീസ് ഉണ്ട്. പിന്നെ NCDC ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു 19 റീജിയണൽ ഓഫീസ്, പിന്നെ അതുപോലെ കുറച്ച് സാറ്റലൈറ്റ് ഓഫീസ് റീസെന്റ് തുറന്നിട്ടുണ്ട്. സാറ്റലൈറ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ റീജിയണൽ ഓഫീസിന്റെ കീഴില് ഇപ്പൊ ഗുവാഹട്ടിയുടെ കീഴില്, അരുണാചൽ പ്രദേശ്, മിസോറാം, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ ചണ്ഡീഗഡിന്റെ കീഴിലാണ്. സിക്കിമിന്റെ കീഴിൽ, കൽക്കട്ടയുടെ കീഴിൽ സിക്കിം. അതുപോലെ അങ്ങനെ 19 റീജിയണൽ ഓഫീസും പിന്നെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ലിനാക് എന്ന് പറയുന്ന ഒരു ഇപ്പോ പിന്നെ അങ്ങനെ 19 റീജിയണൽ ഓഫീസ്, സാറ്റലൈറ്റ് ഓഫീസ്, ലിനാക്, NCDC ഹെഡ് ഓഫീസ്. ഇത്രയാണ് NCDCയുടെ ഒരു ഓഫീസ് സെറ്റപ്പ്. ഡൽഹിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. ഇനി നമുക്ക് നമ്മളുടെ ഇത് NCDCയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുമ്പോൾ NCDC അസിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ബ്രോഡലി ഒരു മിനിറ്റ് പറ്റുന്നില്ല അല്ലെ? പറ്റും ആയിട്ടുണ്ട്. നെറ്റ് പോയതായിരുന്നു, ഇപ്പൊ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഷെയർ സ്ക്രീൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഓക്കെ. അപ്പൊ നമ്മൾ പിന്നെ ഒരു മിനിറ്റ് ഷെയർ സ്ക്രീൻ ചെയ്യാൻ. സാറേ ആയിട്ടുണ്ടോ? മ്യൂട്ട് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വലുതാക്കാൻ പറ്റുമെന്ന് ചോദിക്കാം സ്ക്രീൻ. നോക്കാം. എന്നിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് വന്നോളൂ. ആദ്യത്തെ 2-3 ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ.
അടുത്തത് ഇവിടെ അത് മതി. ഇത് കുറച്ചുകൂടി വലുതാക്കാൻ പറ്റുക നന്നായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഒന്ന് മാർക്കറ്റിംഗ് ഇൻപുട്സ്. ഞാൻ അല്ല ഇത് അത് വെച്ചാൽ നേരത്തെ ഉള്ളത് വെച്ചാൽ മതി. അതന്നെ മാർക്കറ്റിംഗ് ഇൻപുട്സ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മള് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന സാധനങ്ങൾ പോസ്റ്റ് ഹാർവെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് NCDC നോക്കുന്നതെന്ന് പറഞ്ഞപ്പോ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാം. അതുപോലെ ആൾക്കാർക്ക് കർഷകർക്ക് വേണ്ട ഇൻപുട്സ്, വളം, അതുപോലെ ഇംപ്ലിമെന്റ്സ്, അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, പിന്നെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, അങ്ങനെയുള്ള ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഇൻപുട്സ് സാധനങ്ങള്. അതുപോലെ അഗ്രോ പ്രോസസിങ്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി ആണ്. ഷുഗർ, പഞ്ചസാര മില്ലുകള്, അതുപോലെ സ്പിന്നിങ് മില്ല്, ടെക്സ്റ്റൈൽസ്, ഓയിൽ സീഡ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ നാളികേരം, ഈ കേരഫെഡ് ഒക്കെ നമ്മൾ NCDC അസിസ്റ്റ് ചെയ്തൊരു സ്ഥാപനമാണ്. അതുപോലെ ഓയിൽ മില്ലുകള്, ഫുഡ് ഗ്രെയിൻസിന്റെ വല്ല റൈസ് മില്ല്, പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോസസിംഗ് വല്ല ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അഗ്രോ പ്രോസസിംഗിലുള്ള എല്ലാ ആക്ടിവിറ്റീസും. പിന്നെ നമ്മള് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് സർവീസ് കോപ്പറേറ്റീവ്സ്. ഇൻഡസ്ട്രിയൽ അത് 2012 മുതലാണ്, 10 ശേഷമാണ് ഇതൊക്കെ വന്നത് ഇൻഡസ്ട്രിയലൊക്കെ. അപ്പൊ അത് നമ്മള് ഈ റൂറൽ ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ട് ചെറിയ എന്താ പറയാ ആർട്ടിസാൻസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, അതുപോലെ കരകൗശല വസ്തുക്കള്, പിന്നെ ക്രെഡിറ്റ്, അതായത് ബാങ്കിങ് ആക്ടിവിറ്റീസ്. അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അവര് വർക്കിംഗ് ക്യാപിറ്റൽ അതുപോലെയുള്ള സഹായങ്ങള്. പിന്നെ സർവീസ് കോപ്പറേറ്റീവ്സ് ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റൽസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ടൂറിസം കോപ്പറേറ്റീവ്സ്, ലേബർ കോപ്പറേറ്റീവ്സ്, അങ്ങനെയുള്ള സർവീസുകൾ. പിന്നെ വീക്കർ സെക്ഷൻ പ്രോഗ്രാം. വീക്കർ സെക്ഷൻ എന്ന് പറയുമ്പോൾ NCDC ഇതിനനുസരിച്ച് ഡയറി, ലൈഫ് സ്റ്റോക്ക്, ഫിഷറി, SC/ST കോപ്പറേറ്റീവ്സ്, പിന്നെ വനിതാ സൊസൈറ്റികള്, പിന്നെ കയർ കോപ്പറേറ്റീവ്സ്, ജൂട്ട്, അഗ്രികൾച്ചർ, ഫിഷറി, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. പിന്നെ സപ്ലൈ ചെയിൻ, അതായത് സ്റ്റോറേജ്, കോൾഡ് ചെയിൻ, കോൾഡ് സ്റ്റോറേജ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. പിന്നെ കൺസ്യൂമർ, അതുപോലെ കമ്പ്യൂട്ടറൈസേഷന് വേണ്ടിയിട്ട്. പിന്നെ ചെറിയ പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെന്റ്, അതിൽ ഇൻക്ലൂഡിങ് NCDC അവാർഡ്. ഇപ്പൊ ഈ വർഷം നമ്മൾ അവാർഡിന്റെ വർഷമാണ്. ഓരോ ബൈ-എനിയൽ അവാർഡ്സ് ആണ്, ഓരോ 2 വർഷം കൂടുമ്പോഴാണ് NCDC അവാർഡ്. പിന്നെ ഇത് പണ്ട് ICDP എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരു വർഷമായിട്ട് അത് നിർത്തിവെച്ചേക്കാണ്. കാരണം അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ സബ്സിഡി ആയിരുന്നു അതിലുണ്ടായിരുന്നത്, ഒരു 25%. എസ്പെഷ്യലി PIT ഒക്കെ ഫോം ചെയ്യാൻ പകുതി സബ്സിഡി NCDC, പകുതി സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് തൽക്കാലം നിർത്തിവെച്ചേക്കാണ്. രണ്ടാമത് NCDCക്ക് കഴിഞ്ഞ ബജറ്റിൽ ഓരോ വർഷവും 500 വെച്ച് 2000 കോടി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ വർഷം ഒരു പ്രോഗ്രാംസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ FPO ആൻഡ് FFPO, ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ. ഫാർമർ പ്രൊഡ്യൂസ് FPC നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ട് നബാർഡിന്റെ കീഴിൽ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനികൾ ഉണ്ടാക്കിയിരുന്നു. ഇതിപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക സ്കീമാണ്, 10,000 FPO സ്കീം. അതായത് 10,000 FPO, ഓരോ ബ്ലോക്കിലും ഓരോ FPO വീതം തുടങ്ങാനായിട്ടുള്ള ഒരു സ്കീമുണ്ട്. അത് കുറെ ഏജൻസികളുണ്ട്, ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയും. അതിലൊന്ന് NCDC ആണ്. NCDC, നബാർഡ്, SFAC, അങ്ങനെ കുറെ ഓർഗനൈസേഷൻ ഉണ്ട്. നബാർഡ്, SFAC ഒക്കെ കമ്പനി ആക്ടിലാണ് ഫോം ചെയ്യണത്. NCDC കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില്, കൺസേൺ സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില്. കേരളത്തില് നമ്മള് 63 FPO സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20, 21, 22, 23, 24, അങ്ങനെയുള്ള 3 ഇതായിട്ട് 63 FPOളം കേരളത്തിലുണ്ട്. 2 FPO ലക്ഷദ്വീപില്. അപ്പൊ അങ്ങനെ 65 മൊത്തം ഈ റീജിയണില്, 63 കേരളത്തില്. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ FPO സ്കീം എന്ന് പറഞ്ഞാൽ ഒരു 15 ലക്ഷത്തോളം മാച്ചിങ് ഇക്വിറ്റി ഗ്രാന്റ് എന്ന് പറയും. അതായത് മെമ്പർമാർ എത്ര ഷെയർ ഇടുവോ അത്രയും
ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, അഗ്രികൾച്ചർ മിനിസ്ട്രി ആണ് അത്രയും ഗവൺമെന്റ് ഗ്രാൻഡ് ആയിട്ട് ഈ സൊസൈറ്റികൾക്ക് കൊടുക്കും. അതുപോലെ 3 വർഷത്തേക്ക് ഈ സൊസൈറ്റി വർക്ക് ചെയ്യാനായിട്ടുള്ള മാനേജീരിയൽ കോസ്റ്റും കൊടുക്കും. ഇതാണ് ഈ സ്കീമിന്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ലോൺ വേണമെങ്കിൽ ഒരു FPO ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. NCDCയും നബാർഡും കൂടി ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട്. അതായത് പുതിയൊരു സൊസൈറ്റി ആകുമ്പോൾ അവർക്ക് ഷുവർട്ടി വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ബാങ്കുകൾ നിങ്ങൾക്കറിയാൻ ഒരു ലോൺ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഷുവർട്ടി അവര് വാങ്ങിക്കാറുണ്ട്. ആ ഷുവർട്ടിക്ക് പകരം ആയിട്ട് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഒരു 2 കോടി വരെയുള്ളതിന് 80% അവര് ഗ്യാരണ്ടി ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ സൊസൈറ്റികൾ റീപേ ചെയ്യുന്നതിൽ ഫെയിലിയർ ആയ ഇത് വെച്ച് ഈ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഈ സഹായം കൊടുക്കുന്നത് അവർക്ക് ഇത് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ നിന്ന് ആ ഫണ്ട് പൈസ ഈടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് 2 കോടി വരെയുള്ള നമ്മൾ ഷുവർട്ടി ഇല്ലാതെ വായ്പ കൊടുക്കാൻ പറ്റും. അതുപോലെയുള്ള ഒരു പ്രോഗ്രാമാണ് ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ. ഇത് സെൻട്രലിലെ ഫിഷറി ആൻഡ് ഡയറി മിനിസ്ട്രിയുടെ ഇതാണ്, സ്കീമാണ്. ഒരു പ്രൈം മിനിസ്റ്റർ മത്സ്യസമ്പദ യോജന എന്ന് പറഞ്ഞ സ്കീമിന്റെ സബ് സ്കീം, അതിന്റെ ഒരു പാർട്ടാണിത്. അതില് നമ്മള് ഗവൺമെന്റിന്റെ ഒരു പുതിയ കുറെ സൊസൈറ്റികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എക്സിസ്റ്റിംഗ് ഫിഷറി സൊസൈറ്റികളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ട്. പുതിയ സൊസൈറ്റികൾക്ക് നമ്മൾ FPOന്റെ അതേ പാറ്റേൺ ആണ്. 15 ലക്ഷം മാച്ചിങ് ഇക്വിറ്റി ഗ്രാന്റ്, 18 ലക്ഷം 3 വർഷത്തേക്ക് അവർക്ക് സൊസൈറ്റി നടത്തിക്കൊണ്ടുപോകാനുള്ള മാനേജീരിയൽ ഗ്രാന്റ്. അതുപോലെ ശിവാനന്ദൻ അതന്നെ തൽക്കാലം നിർത്തിയാൽ മതി. അതുപോലെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഫിഷറി സൊസൈറ്റികൾക്ക് 2 വർഷത്തേക്ക് 10 ലക്ഷം ഇക്വിറ്റി ഗ്രാന്റും 7 ലക്ഷത്തോളം മാനേജീരിയൽ കോസ്റ്റും. അത് എക്സിസ്റ്റിംഗ് ഫിഷറി സൊസൈറ്റികളെ സ്ട്രെങ്തൻ ചെയ്യാൻ. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സ്കീമുകൾ. നെക്സ്റ്റ് അടുത്ത സ്ലൈഡ്. അപ്പൊ ഏത് തരം ഓൾമോസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രി, ഇതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളുടെ ഫണ്ടിങ് ചാനല്, അതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസിനാണ് NCDC പ്രൈമറി സൊസൈറ്റികൾക്കും ഉണ്ട്. ഇത് നമ്മൾ പറയുന്ന ഈ സ്കീമുകളൊക്കെ പ്രൈമറികൾക്കും ഉണ്ട്, ജില്ലാതല സൊസൈറ്റികളുടെ അവർക്കും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റിന്റെ ഫെഡറേഷനാണെങ്കിൽ അവർക്കും ഇത് അവൈൽ ചെയ്യാം. അപ്പൊ 2 ചാനലുണ്ട്. ആദ്യമൊക്കെ NCDC ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമായിരുന്നു. പിന്നീട് 2002 ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ ഡയറക്റ്റ് ഫണ്ടിങ് ഉണ്ട്. ഒന്നിലോ ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് വരാം. ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ NCDC സ്കീം സ്റ്റേറ്റ് ഗവൺമെന്റ് 50% ലോണ് 40% ഷെയർ ആയിട്ട് ജനറലി പ്രൊവൈഡ് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ, അതായത് കെട്ടിടം കെട്ടാൻ, അതുപോലെ എന്തെങ്കിലും വാങ്ങിക്കാൻ, മിഷനറി, അതുപോലെ പ്രോസസിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനൊക്കെ 50-40 സ്കീമിലാണ് ഗവൺമെന്റ് കൊടുത്തിരുന്നത്. 50% ലോണ്, 40% ഷെയർ, 10% സൊസൈറ്റിയുടെ. പക്ഷെ ഡയറക്റ്റ് ഫണ്ടിങ് ആകുമ്പോൾ NCDCന്ന് ലോൺ മാത്രമായിട്ടായിരിക്കും കിട്ടുന്നത്. ബാക്കി ജനറലി 65% ആണ് ലോൺ കിട്ടുക, ബാക്കി സൊസൈറ്റി കണ്ടെത്തണം. അപ്പൊ ഇതാണ് ഈ 2 ചാനലിന്റെ വ്യത്യാസം. 2 ചാനലിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഗവൺമെന്റ് ആവുമ്പോൾ സൊസൈറ്റികൾക്ക് ഇൻട്രസ്റ്റ് ബർഡൻ കുറഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ലെവൽ നോക്കുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്. ഡയറക്റ്റ് ഫണ്ടിങ് ആവുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് വിൽ ബി ഓൺ ദ ഹയർ സൈഡ്, അതായത് മൊത്തം നോക്കുമ്പോൾ. പക്ഷെ കുറച്ചും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇത് ജനറലി നമുക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത് ലോണിന്റെ. ഒന്ന് മാർജിൻ മണി ഫോർ റൈസിംഗ് ബാങ്ക് ക്രെഡിറ്റ്, അതായത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർജിൻ വേണേ കിട്ടും. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ, അത് മാർജിൻ മണി അല്ല, മൊത്തം വർക്കിംഗ് ക്യാപിറ്റൽ. ഈ 2 NCDC അവൈൽ ചെയ്യാം. അപ്പൊ പിന്നെയുള്ളത് ടേം ലോൺ ആണ്. ഇത് മാർജിൻ മണിയും ടേം ലോണിന്റെ ഭാഗമായിട്ട് വരും. വർക്കിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ മാക്സിമം 2 വർഷത്തേക്കാണ് കിട്ടുക. ടേം ലോൺ
എന്തിനാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ക്രിയേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കെട്ടിടം അതുപോലെ ഒരു പ്രോജക്റ്റ് നടത്തിക്കൊണ്ടുപോകാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണോ അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. കെട്ടിടം വരും, അതിൽ ബാക്കിയുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം ഉണ്ടെങ്കിൽ അത് വരും. അതുപോലെ ഫർണിച്ചർ, ഫിക്സർ, കമ്പ്യൂട്ടർ, പിന്നെ വെഹിക്കിൾ വേണമെങ്കിൽ അത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കീഴിൽ വരും. അപ്പോൾ ഒരു പുതിയ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് രണ്ട് കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പ്രോജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ടെക്നിക്കൽ വയബിലിറ്റി, ഫീസിബിലിറ്റിയും ഫിനാൻഷ്യൽ വയബിലിറ്റിയും നോക്കും. അതായത് ടെക്നോഇക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം. പിന്നെ നമ്മളുടെ അത് അങ്ങനെ വയബിൾ ആയിട്ടുള്ള സ്കീമിനെ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് മെയിൻ ആയിട്ട് ഫണ്ടിങ് ചാനൽ, അതായത് ഡയറക്ട് ഫണ്ടിങ് ആസ് വെൽ ആസ് ത്രൂ ഗവൺമെന്റ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് ശിവാനന്ദൻ അടുത്ത സ്ലൈഡിലേക്ക് പോകും. ഇത് എലിജിബിലിറ്റി, ഡയറക്ട് ഫണ്ടിങ്ങിന്റെ എലിജിബിലിറ്റി ആണ്. അപ്പോ നിങ്ങൾ ചോദിക്കാവുന്നതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ ആണെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ലേ? പക്ഷെ കുറച്ചും കൂടി ലിബറൽ ആണെന്ന് പറഞ്ഞു. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ എന്ന് പറയുമ്പോൾ NCDCയുടെ ക്ലയന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നമ്മൾ ഗവൺമെന്റിന് ലോൺ കൊടുക്കുന്നു, ഗവൺമെന്റ് സംഘങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുന്നു. NCDCയുടെ ക്ലയന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയതുകൊണ്ട് NCDCക്ക് ഫണ്ട് തിരിച്ചടക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സൊസൈറ്റികൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അടച്ചോ ഇല്ലെന്ന് NCDC സ്ട്രിക്ട്ലി വാച്ച് ചെയ്യുന്നില്ല. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണ്. ഗവൺമെന്റ് ആണ് അത് വാച്ച് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റും ഈ നെറ്റ്വർക്ക് പോസിറ്റീവ് എന്നുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നോക്കുന്നുണ്ട്. എന്നാലും NCDC സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആണെങ്കിലും ഗവൺമെന്റ് മുഖാന്തരം കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് സൊസൈറ്റിയുടെ നെറ്റ്വർക്ക് പോസിറ്റീവ് ആയിരിക്കണം പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം. ഇനി ഡയറക്റ്റ് ഫണ്ടിങ് ആണെങ്കിൽ NCDC നോക്കുന്നത്, ഒന്ന് ഫസ്റ്റ് ഇതുള്ള പോസിറ്റീവ് നെറ്റ്വർക്ക് വിത്ത് നോ ഇറോഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഇപ്പൊ ഒരു സൊസൈറ്റി കുറച്ചു കാലമായിട്ട് വർക്ക് ചെയ്യാണ്, അത് കുറച്ച് അക്യുമുലേറ്റഡ് ലോസ് ഉണ്ട്. പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് ഷെയർ ക്യാപിറ്റലും റിസർവ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റിസർവ്, അതുപോലെയുള്ള മറ്റ് റിസർവുകൾ എക്സ്ക്ലൂഡിങ് ഡിപ്രീസിയേഷൻ, അതുപോലെ ബാഡ് ഡെറ്റ്സ്, ഇങ്ങനെയുള്ള റിസർവുകൾ എടുക്കാതെ ബാക്കിയുള്ള അവരുടെ ഓൺ ഫണ്ട്, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അക്യുമുലേറ്റഡ് ലോസിനേക്കാളും കൂടുതലായിരിക്കണം. അത് മാത്രമല്ല ഷെയർ ക്യാപിറ്റൽ ഇറോഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് റിസർവും കഴിഞ്ഞു, റിസർവ് കഴിഞ്ഞാൽ പിന്നെ ഷെയർ ക്യാപിറ്റൽ, ആ ഷെയർ ക്യാപിറ്റൽ ഇറോഷൻ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യില്ല. പിന്നെയുള്ള ഒരു ഇതെന്താ വെച്ചാല്, വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡിഫോൾട്ട് ഉണ്ടാവാൻ പാടില്ല. അത് സൊസൈറ്റി ഡിഫോൾട്ട് ചെയ്യാൻ പാടില്ല. സൊസൈറ്റിയുടെ ഡയറക്ടർമാർ വേറെ ഏതെങ്കിലും സൊസൈറ്റിയിൽ ഡയറക്ടർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റികളും ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. പിന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ സാധാരണഗതിയിൽ 65-35 അല്ലെങ്കിൽ മാക്സിമം 70-30. അപ്പൊ 65-30, 65 ലോൺ ആണെങ്കിൽ 35 ഷെയർ ആയിരിക്കണം, അല്ലെങ്കിൽ 70 ലോൺ ആണെങ്കിൽ 30 ഷെയർ. ഇതാണ് മാക്സിമം ഉള്ളത്. പിന്നെ സെക്യൂരിറ്റി, അതായത് നിങ്ങൾ ബാങ്ക് ലോൺ കൊടുക്കുമ്പോഴും സെക്യൂരിറ്റി മേടിക്കുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി ഒരു ഇതിൽ 1.25 എന്നാണ്, 1.1 to 1.5. അതായത് FDR ആണ്. നിങ്ങൾ കേരള ബാങ്കിലോ മറ്റേതെങ്കിലും ബാങ്കിലോ നിങ്ങളുടെ എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനാണെങ്കിൽ 1.1 ടൈംസ് മതി FDR ആണെങ്കിൽ. അതല്ല പ്രോജക്റ്റിനാണെങ്കിൽ മിനിമം 1.20. ബാക്കിയുള്ള ഇതാണെങ്കിൽ, അതായത് ലാൻഡ്, കെട്ടിടം, ഇതൊക്കെയാണ് സെക്യൂരിറ്റി ആയിട്ട് വെക്കണമെങ്കിൽ 1.25 to 1.5 ടൈംസ് ഓഫ് ദ എമൗണ്ട് റിലീസ്ഡ് ഷുഡ് ബി. അത് അത്രയും എമൗണ്ട് സെക്യൂരിറ്റി ആയിട്ട് വെച്ചേക്കണം. എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നത് അതിന്റെ 1.25 to 1.5 ടൈംസ്. പിന്നെ ഓഡിറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം അപ് ടു 6 months. അതായത് ഇപ്പോ 24-25
ഓഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. 23-24 എന്തായാലും കഴിയണം. 24-25 ജൂൺ വരെ അല്ല വരെ നമുക്ക് ഇളവുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതായത് 6 മാസത്തിൽ കൂടുതൽ ഇത് ഉണ്ടാവാൻ പാടില്ല, ഓഡിറ്റ് ഡിലേ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നോർമൽ കേസിൽ 3 വർഷമെങ്കിലും സൊസൈറ്റി വർക്ക് ചെയ്യണ സൊസൈറ്റി ആയിരിക്കണം. പക്ഷെ ഒരു യുവ സഹകരണമുള്ള ഒരു സ്കീമുണ്ട്. അതിൽ ഒരു പുതിയ ഏതെങ്കിലും ഒരു ഇന്നോവേറ്റീവ് സ്കീം ആണെങ്കിൽ 3 മാസമെങ്കിലും വർക്ക് ചെയ്ത സൊസൈറ്റികൾക്കും കൊടുക്കാറുണ്ട്. മിനിമം 3 മാസം, ജനറലി 1 വർഷമെങ്കിലും വേണം. 1 മാസം തൊട്ട് 1 വർഷം എങ്കിലും വേണം, അല്ലെങ്കിൽ മിനിമം 3 മാസം. അത് ആ സ്കീമിൽ മാത്രമേ ഉള്ളൂ. ബാക്കി നോർമൽ സ്കീമിലൊക്കെ ആണെങ്കിൽ 3 വർഷം വർക്ക് ചെയ്ത സൊസൈറ്റി ആയിരിക്കണം. ഇതുപോലെ റോഷണൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡയറക്ട് ഫണ്ടിങ്ങിന്റെ. അടുത്ത സ്ലൈഡ് വെച്ചോളൂ. നെക്സ്റ്റ്. ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് NCDC ഫണ്ടിങ്ങിന് മുമ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്ന്, സാധാരണ നമ്മൾ എല്ലാവർക്കും ഉള്ള മാതിരി അപ്ലിക്കേഷൻ ഫോംസ്. അതായത് ഇത് NCDC വെബ്സൈറ്റിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ NCDC റീജിയണൽ ഓഫീസിൽ നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ സ്കീമിനുള്ള അപ്ലിക്കേഷൻ തരും. ഒരു പ്രിസ്ക്രൈബ്ഡ് അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓഫ്ലൈൻ ആണ്, കുറച്ച് ഓൺലൈൻ ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ ആക്കുമ്പോൾ കറക്റ്റ് എല്ലാം ഓപ്പൺ ഇതായിരിക്കും. കാരണം ആരുടെ അടുത്താണ് ഈ അപ്ലിക്കേഷൻ ഇതായിട്ടിരിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റാവുന്ന ഒരു സ്ഥിതി വരും എന്നാണ് മാനേജ്മെന്റ് അങ്ങനെയാണ് ശ്രമിക്കണത്. പക്ഷെ ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് ഓഫ്ലൈൻ ആണ്. പിന്നെ ബോർഡ് റെസൊല്യൂഷൻ, NCDC-യിൽ നിന്ന് അസിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു ബോർഡ് റെസൊല്യൂഷൻ, ബൈലോയിന്റെ കോപ്പി, പിന്നെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, പിന്നെ ലാസ്റ്റ് ഇയറിന്റെ ഇല്ലെങ്കിൽ അത് ടെൻഡേറ്റീവ് റിപ്പോർട്ട് വേണം. പിന്നെ ഒരു DPR, നമ്മൾ എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത്, അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ സൊസൈറ്റിയെ കുറിച്ചൊരു റിപ്പോർട്ട് വേണം. ഈ സൊസൈറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഈ പ്രോജക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്, ഈ പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ നടപ്പാക്കും, പ്രോജക്റ്റിനുള്ള ഒരു പ്രോസസിംഗ് യൂണിറ്റ് ആണെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽ നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും, ഇത് എവിടെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മാർക്കറ്റിൽ ഇത് സർപ്ലസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ, ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള മാർക്കറ്റ് ഒരു ചെറിയ റിപ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള അത് കഴിഞ്ഞിട്ട് ഇത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ, പ്രോജക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റണം. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ വേണം. അപ്പൊ ഇത്രയാണ് നമ്മൾ സാധാരണ ഡോക്യുമെന്റ് NCDC സ്കീമിൽ സമർപ്പിക്കേണ്ടത്. നെക്സ്റ്റ്. ഇതിപ്പോ NCDC നേരത്തെ ഫിക്സഡ് റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ എല്ലാവരും ഒരു ഫ്ലോട്ടിംഗ് റേറ്റ്, അങ്ങനെ 2 റേറ്റ് ഓഫർ ചെയ്യുന്നുണ്ടല്ലോ ബാങ്കുകളും. NCDC 2 റേറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഫിക്സഡ് റേറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോഴും ഫിക്സഡ് റേറ്റ് ആണ് NCDC മേടിക്കണേ. പക്ഷെ ഡയറക്റ്റ് ആണെങ്കിൽ എന്തായാലും ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് അഡ്വാൻറ്റേജ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർക്കുലർ പ്രകാരം ഗവൺമെന്റ് മുഖാന്തരം ആണെങ്കിൽ വീക്കർ സെക്ഷൻ 8.61, അതായത് 8 ഇയർ ലോണിന്റെ കാര്യമാണ്. അതർ പ്രോഗ്രാംസ് ആണെങ്കിൽ 8.81. ഡയറക്റ്റ് ഫണ്ടിങ് ആണെങ്കിൽ 1 കോടി വരെയുള്ള പ്രോജക്റ്റിന് 8.92. വീക്കർ സെക്ഷന് അതിൽ എബവ് 1 കോടിയാണെങ്കിൽ 8.97. ബാക്കിയുള്ള പ്രോജക്റ്റുകൾക്ക് 8.97. ഇത് പറയുമ്പോൾ NCDCയുടെ ലോണിന്റെ പീരീഡ് സാധാരണഗതിക്ക് ഈ 8 വർഷമാണ്. അതിൽ പ്രോസസിംഗ് യൂണിറ്റ് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷനൊക്കെ 1 വർഷം ലോൺ റീപേയ്മെന്റിന് മൊറട്ടോറിയം ഉണ്ട്. അപ്പൊ ആദ്യത്തെ 1 വർഷം നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കേണ്ട, പക്ഷെ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണം. പിന്നെ ഇത് ജനറലി മന്ത്ലി റെസ്റ്റിംഗ് ആണ്. അപ്പൊ ഓരോ മന്ത്ലിയും ഇത് ഇൻട്രസ്റ്റ് മറ്റേ പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ആവും. പക്ഷെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാ മാസവും അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ടേം ലോണിന്റെ ഇൻട്രസ്റ്റ്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിലാണെങ്കിൽ അടുത്ത സ്ലൈഡ് ഒന്ന്, നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഓക്കെ തന്നെ. ഒരു 100 കോടി വരെയുള്ളതിന്
ഇങ്ങനെ ഓരോ ടൈം അനുസരിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 6 മാസത്തേക്കാണ് 8.61, അതുപോലെ 1 വർഷത്തേക്ക് 8.81, 1 വർഷം മുതൽ 1 വർഷത്തിൽ കൂടുതൽ 2 വർഷം വരെ 9.16, 100 കോടിയിൽ കൂടുതലാണെങ്കിൽ 8.6, 8.8, 9.15. ഇത് പിന്നെ MSP ഓപ്പറേഷൻ, അത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ എസ്പെഷ്യലി ഛത്തീസ്ഗഡ്, പഞ്ചാബ് ഒക്കെ MSP ഓപ്പറേഷൻ ത്രൂ കോപ്പറേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള MSP ഓപ്പറേഷൻ ആണെങ്കിൽ ഇത് 100 കോടി വരെ 8.32, മാക്സിമം 8.87, അല്ലെങ്കിൽ എബവ് 100 കോടി ആണെങ്കിൽ 8.12 മിനിമം, 8.73 മാക്സിമം. കേരളത്തിൽ ഏതായാലും MSP ഓപ്പറേഷൻ കോപ്പറേറ്റീവ്സ് അധികം ചെയ്യുന്നില്ല. ഈ MSP ഓപ്പറേഷന്റെ ഇതേവരെ കേരളത്തിൽ എടുത്തിട്ടില്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ MSP ഓപ്പറേഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് FDR ആണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് സാധാരണ അതൊരു NCDCയുടെ ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് കമ്മിറ്റി ഉണ്ട്. 0.25 വരെ ഇതിൽ നിന്ന് ഇളവ് കിട്ടും. അപ്പൊ അതായത് സാധാരണ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ടാക്സോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 8.61 എന്നുള്ളത് 8.36 വരെ കിട്ടും 6 മാസത്തേക്ക്. അതായത് 0.25ന്റെ ഇളവ് NCDC കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, പിന്നെ ഇത് NCDC ചെയ്ത ഒരു ആണ്. കാരണം നിങ്ങൾ ഇതൊരു ചെറിയ കേരളത്തിലെ പ്രത്യേകിച്ച് ഒരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. 3 നാഷണൽ ലെവൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി റീസെന്റ് നമ്മൾ ഗവൺമെന്റിന്റെ ഒരു ഇത് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് ആണ് ഫോം ചെയ്ത്, NCDC അതില് ഒരു എന്താണ് സീഡ് ക്യാപിറ്റൽ NCDC കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ഇതാണ്. ഒന്ന് എക്സ്പോർട്ടിനുള്ള ഒരു നാഷണൽ ലെവൽ സൊസൈറ്റി, പിന്നെ വിത്ത് ഉൽപാദനത്തിനുള്ള ഒരു സൊസൈറ്റി, വിത്ത് ഉൽപാദനം അല്ലെങ്കിൽ വിതരണത്തിനുള്ള ഒരു സൊസൈറ്റി, ബീജ് സഹകാർ സമിതി എന്നാണ് പറയുന്നത്. അതുപോലെ ഓർഗാനിക്സ് പ്രോഡക്റ്റുകൾ കളക്ട് ചെയ്യാൻ, അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, നാഷണൽ കോഓപ്പറേറ്റീവ് ഓർഗാനിക്സ് ലിമിറ്റഡ്, NCOL എന്ന് പറഞ്ഞ. ഇങ്ങനെ 3 സൊസൈറ്റികൾ NCDCയും ബാക്കിയുള്ള IFPO അതുപോലെയുള്ള ഇതൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ ഫോം കൊടുത്തിരിക്കുന്നത്, സീഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള പറയാ. നെക്സ്റ്റ്, പക്ഷെ കേരളത്തിൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അനുവദിച്ചിട്ടില്ല. നെക്സ്റ്റ്, ഇത് പിന്നെ ഡിസ്പേഴ്സ്മെന്റിന്റെ ആണ്. ഓരോ വർഷത്തെ നമ്മള് ഹയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലില്. നെക്സ്റ്റ്, അടുത്തെടുത്തോളൂ. ഇത് 23, 24, 24, 95,182 കോടി NCDC ഡിസ്പേഴ്സ് ചെയ്തു ഓൾ ഇന്ത്യ ലെവലില്. അതിൽ കേരളത്തില് മൊത്തം ഇതേവരെയായിട്ട് നെക്സ്റ്റ് ഒരു കഴിഞ്ഞ വർഷം ടോട്ടൽ 1021 കോടിയാണ് കേരളത്തിൽ ഡിസ്പേഴ്സ് ചെയ്തത്. ഇതേവരെ ഒരു 10,000 കോടിയോളം കേരളത്തിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു 90% വർക്കിംഗ് ക്യാപിറ്റലാണ്, ബാക്കി ടൈമിലാണ്. ഇതൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ നമ്മള് കുറെ സ്കീമുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ NCDCയുടെ സ്കീമുകളുണ്ട്. NCDCയുടെ ഫണ്ടുണ്ട്. NCDC ഫണ്ട് എന്ന് പറയുമ്പോൾ NCDCയുടെ ഓൺ കോർപ്പസ്, പിന്നെ മാർക്കറ്റ് ബോറോയിങ്, ഇതിൽ കൊണ്ട് ചെയ്യുന്ന സ്കീമുകളാണ് നേരത്തെ പറഞ്ഞത്. ചില സ്കീമുകൾ സെൻട്രൽ ഗവൺമെന്റ് ചില സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്കീമുകൾ NCDC സ്കീമുകളായിട്ട് ഡോട്ടെയിൽ ചെയ്യുക, അതിനോട് യോജിപ്പിക്കുക. അതായത് ഈ സ്കീമുകളിൽ സബ്സിഡി കമ്പോണന്റ് ഉണ്ടായിരിക്കും. അതിൽ മെയിൻ സ്കീമാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇപ്പൊ ബാങ്ക്, നിങ്ങൾക്ക് നബാർഡിൽ നിന്ന് പല പാക്സുകൾക്കും പാക്സാസ് മൾട്ടി സർവീസ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞ സ്കീമില് 1% പലർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതില് ഒരു 3%, 4% അവരുടെ ഇൻട്രസ്റ്റ് നബാർഡ് കൊടുക്കുന്നത്. അതിൽ 3% ഈ AF-ലെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആണ്. 2 കോടി വരെയുള്ള പ്രോജക്റ്റുകൾക്ക് 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. അതിൽ NCDCയും കൊടുക്കുന്നുണ്ട്. പക്ഷെ AF-ലെ മാക്സിമം ചാർജ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 9%. ആ 9%ത്തിൽ നിന്ന് 3% നമ്മൾ കുറച്ച് 6%-ത്തിലാണ് കൊടുക്കുക. ഇപ്പോ പക്ഷെ NCDC റേറ്റ് കുറച്ച് കുറവായത് കാരണം അതിൽ നിന്ന് 3% നിങ്ങൾക്ക്
ഇളവ് ചെയ്ത് കിട്ടും. രണ്ടാമത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്കീം, AMI എന്ന് പറയും. അതില് സ്റ്റോറേജ് സ്കീമും ഉണ്ട്, ബാക്കിയുള്ള മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉണ്ട്. അതില് മെയിൻ അട്രാക്ഷൻ സബ്സിഡി 25% തൊട്ട് 33% വരെ സബ്സിഡി ഉണ്ട്. സ്റ്റോറേജിലാകുമ്പോൾ ചെറിയൊരു ലിമിറ്റ് അവർ വച്ചിട്ടുണ്ട്, ഓരോ മെട്രിക് ടൺ എത്ര സബ്സിഡി കൊടുക്കാമെന്ന് സെൻട്രൽ ഗവൺമെന്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ AIF-ഉം AIM-ഉം രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് സ്കീം കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ റീസെന്റ് ഈ AMI സ്കീം നിർത്തിവെച്ചിരിക്കുകയാണ് അഗ്രികൾച്ചർ മിനിസ്ട്രി. അപ്പൊ ആ സ്കീം ഇപ്പൊ പുതിയതൊന്നും സാങ്ഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് റിവൈസ് ചെയ്താൽ ആ സ്കീം വരുമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ കുറെ സൊസൈറ്റികൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റി എടുക്കാനായിട്ട് വളരെ നല്ലതായിരുന്നു. കാരണം സബ്സിഡിയും കിട്ടും, അതുപോലെ ഇൻട്രസ്റ്റ് സബ്വെൻഷനും കിട്ടുമായിരുന്നു. ഇപ്പൊ ഏതായാലും AIF മാത്രമേ തൽക്കാലം ഉള്ളൂ. പിന്നെ PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ്, PMFME സ്കീം എന്ന് പറയാം. അതായത് ഈ മൈക്രോ പ്രോസസിംഗ് ചെറിയ ചെറിയ യൂണിറ്റുകളെ ഫോർമലൈസ് ചെയ്തുകൊണ്ട് ഒരു മെയിൻ ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്കീമാണ്. അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാം. ഒരു സബ്സിഡി 30% സബ്സിഡി ഉണ്ട്. ഇതിനൊരു പ്രത്യേക പോർട്ടൽ ഉണ്ട്, ആ പോർട്ടൽ മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ സബ്സിഡി തരുന്നത് പ്രോസസിംഗ് മിനിസ്ട്രിയാണ്, ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രിയാണ്. അപ്പൊ അവരുടെ പോർട്ടലിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതില് സാധാരണഗതിക്ക് ഒരു ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ശുപാർശ ചെയ്തത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി, അതിൽ നിന്നാണ് NCDC അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക്. ഇതിപ്പോ NCDC തന്നെ വേണമെന്നില്ല, നബാർഡ് മുഖാന്തരം ഇത് കിട്ടുന്നുണ്ട്. കേരള ബാങ്ക് അങ്ങനെയുള്ള ആ ലെവൽ ചാനലും ഉണ്ട്, അല്ലെങ്കിൽ NCDC ചാനലും ഉണ്ട്. സൊസൈറ്റികൾക്കാകുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. NCDC വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, അല്ല ബാങ്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ബാങ്ക് ഓപ്റ്റ് ചെയ്യാം, ഏത് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് അനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്കീം, AIDF. അതിന്റെ അട്രാക്ഷൻ 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. അതായത് ഏത് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയൊക്കെയാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് 3% ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടും. ഇതുപോലെ തന്നെയാണ് FIDF, ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. അത് 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആണ്. പിന്നെ PMMSY, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എന്നാണ് പറയുക. അതില് സബ്സിഡി ഫിഷറീസ് സംഘങ്ങൾക്കാണ് 40 മുതൽ 60% വരെ സബ്സിഡി. ഇത് സെൻട്രലും സ്റ്റേറ്റും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ PMKSSY, പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി യോജന, അതിലും 30%-ഓളാണ് സബ്സിഡി. പിന്നെ അത് സ്റ്റാർട്ടപ്പ് സ്കീം, അത് സബ്സിഡി തന്നെ. പിന്നെ കോഓപ്പറേറ്റീവ് എന്റർപ്രൈസ് സപ്പോർട്ട് ഇന്നോവേഷൻ സ്കീം, യുവ സഹകാർ എന്ന് പറഞ്ഞ NCDC-യുടെ സ്കീമാണ്. അതിൽ 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. പിന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ പ്രോസസിംഗ് യൂണിറ്റുകൾക്ക് ഇപ്പൊ കിട്ടും. അതായത് കൊളാറ്ററൽ ഫ്രീ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇപ്പൊ ഇങ്ങനത്തെ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ NCDC സ്കീമായിട്ട് ഡോട്ടെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. സബ്സിഡി സെൻട്രൽ ഗവൺമെന്റിന്റെ നിന്ന് കിട്ടും, ലോൺ അതിൽ ഉപരി NCDC-യിൽ നിന്ന് എടുക്കാം. ഈ സ്കീമുകൾക്കൊക്കെ NCDC-യിൽ നിന്നും എടുക്കാം എന്നാണ് ഞാൻ പറയാ. NCDC വേണോ ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമെന്ന് സൊസൈറ്റികൾക്ക് തീരുമാനിക്കാം. നെക്സ്റ്റ്, അടുത്ത സ്ലൈഡ്. ഇത് AMI, അതിൽ കൂടുതൽ AMI അല്ലെങ്കിൽ AIF-ൽ നമ്മൾ കവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പറയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു AMI തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ AIF-ൽ നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ഇതൊക്കെ എടുക്കാം. അതായത് സ്റ്റോറേജ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പ്രോസസിംഗ് യൂണിറ്റ്സ്. നമ്മൾ പ്രൈമറി പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. സെക്കൻഡറി പ്രോസസ്സിംഗ് ഈ സ്കീമിൽ അലൗഡ് അല്ല. ക്ലീനിങ്, ഗ്രേഡിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, റൈപ്പനിങ്, ചില്ലിങ്, പാക്കിംഗ് അങ്ങനെയുള്ള പ്രൈമറി പ്രോസസ്സിംഗിൽ എന്തൊക്കെ വേണോ അത് കിട്ടും. പിന്നെ ഇപ്പോ ഓയിൽ ക്രഷിങ്ങിനും കിട്ടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് അലോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ വേണം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രെയിൻസ്, അതായത് നമ്മുടെ അരി, പിന്നെ ബാക്കിയുള്ള വിത്തുകള്, ഓയിൽ സീഡ്സ്, നമ്മളെ സംബന്ധിച്ചോളം കോക്കനട്ട്, പിന്നെ ചായ, കാപ്പി, മിൽക്ക്, മീറ്റ്, പോൾട്രി,
ഫിഷറി, എന്തായാലും ഏത് ആക്ടിവിറ്റി ഇതിൽ കവർ ചെയ്യാം. ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രേഡിംഗ് പാക്കിങ്ങിനൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും വേണമെങ്കിൽ അത് എടുക്കാം. പിന്നെ റീഫർ വാൻ, അതായത് റെഫ്രിജറേറ്റഡ് വാന്, നോർമൽ വാന് അല്ല ഇവിടെ അല്ല, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതാണ് കവർ ചെയ്തിരിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് വെച്ചോളൂ. നെക്സ്റ്റ് സ്ലൈഡ്. ശിവാനന്ദൻ അടുത്ത സ്ലൈഡ്. ഹലോ, Next slide is subsidy application. Subsidy bifurcation. ഞാൻ സബ്സിഡിയുടെ ബൈഫർക്കേഷൻ ആണ്. അടുത്ത സ്ലൈഡിലേക്ക് അവർ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏതായാലും സബ്സിഡി എങ്ങനെ ബൈഫർക്കേഷൻ എങ്ങനെയാണ് നമ്മളത് How much subsidy under this scheme? ഈ സ്കീമിൽ സബ്സിഡി എത്ര കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണെങ്കിൽ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലാണെങ്കിൽ ഈ ആക്ടിവിറ്റീസിന്റെ EMI ഉണ്ടെങ്കിൽ 33% സബ്സിഡി ഉണ്ടായിരുന്നു. കൂടുതൽ ഇനി വരുമ്പോൾ നമുക്ക് നോക്കാവുന്നേ പറ്റുള്ളൂ. പിന്നെ അത് ബാക്കിയുള്ള സാധാരണ SC/ST അതുകൾ അങ്ങനെ വിമൺ കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ 33%. സാധാരണ സംഘങ്ങൾക്ക് 20%. അങ്ങനെയായിരുന്നു സബ്സിഡി ഉള്ളത്. പിന്നെ സ്റ്റോറേജിലാണെങ്കിൽ ഒരു മെട്രിക് ടൺ ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാ വച്ചിരിക്കുന്നത്. അത് നോർത്ത് ഈസ്റ്റില് 2666 വരെ സബ്സിഡി കിട്ടും ഒരു മെട്രിക് ടൺ ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വനിതാ സൊസൈറ്റികൾക്കാണ് 2333. സാധാരണ സൊസൈറ്റികൾ നമ്മൾ പാക്സ് അങ്ങനെയുള്ളതാണ് 1750 രൂപ ഒരു മെട്രിക് ടണ്ണിന്. പിന്നെ ബാക്കിയുള്ള സ്റ്റോറേജ് അല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനാണെങ്കിൽ 33% ഇവിടെ സിക്കിം അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില്. മാക്സിമം സബ്സിഡി സീലിംഗ് 30 ലക്ഷം ആയിരുന്നു. ബാക്കിയുള്ള വനിതാ സൊസൈറ്റികൾക്കും SC/ST സംഘങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് 30 ലക്ഷം മാക്സിമം. ബാക്കിയുള്ള സംഘങ്ങൾക്ക് 25 ലക്ഷമാണ് മാക്സിമം ഈ സ്കീമിൽ എലിജിബിലിറ്റി ഉണ്ടായിരുന്നത്. അടുത്ത സ്ലൈഡിൽ അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള NCDC സ്കീമുകൾ, അതായത് NCDC ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്കീമുകൾ. പിന്നെ റീജിയണൽ ഓഫീസിന് മാക്സിമം 1 കോടി വരെയുള്ള പ്രോജക്റ്റുകൾക്കാണ് സാങ്ഷൻ കൊടുക്കാൻ കഴിയുക. 1 കോടി എബവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഡൽഹിയിൽ ആണ് വിത്ത് റീജിയണൽ ഓഫീസിന്റെ റെക്കമെൻഡേഷനോട് ഡൽഹിയിൽ നിന്നാണ് സാങ്ഷൻ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള NCDC ആക്ടിവിറ്റീസ്. ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ശിവാനന്ദൻ, എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ചോദിക്കുക, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഡൗട്ടാണെങ്കിൽ പിന്നീട് ക്ലിയർ ചെയ്യാം. ഞങ്ങളുടെ ഒരു മെയിൽ ID തരാം ഓഫീസിന്റെ, പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എളമക്കര ബാങ്കിന്റെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്. ചോദിക്കാം, ചോദിക്കാം കേട്ടോ. സർ കേൾക്കാമോ? ഹലോ കേൾക്കാമോ സർ? ഞാനിത് കോഴിക്കോട് ജില്ലയിലെ വടകരയുള്ള ഏറാമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ജനറൽ മാനേജറാണ് സർ. ഞങ്ങൾ AIF സ്കീമില് പിന്നെ ലോൺ എടുത്തുകൊണ്ട് 2022 ഞങ്ങൾ നേരത്തെ ഒരു കോക്കനട്ട് ക്രഷിംഗ് പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഒരു വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിപുലീകരിക്കാൻ വേണ്ടി AIF ലോണ് ഞങ്ങൾ വിപുലീകരിച്ച് AIF റീഫിനാൻസ് ചെയ്ത് അത് ഇനിയും ഞങ്ങളൊന്ന് ഇനി വിപുലീകരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു 7% ബിലോ, കാരണം ഞങ്ങളെ ഓൺ ഫണ്ടിന് ഏകദേശം ഒരു 7.1 കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഓൺ ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് പെർമിഷനൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ
നൂലാമാലകൾ ഇങ്ങനെ വേണ്ടാണ്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഓക്കെ. പുതിയ റൂൾ അമെന്റ്മെന്റ് ഒക്കെ വന്നപ്പോ NCDC ആ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിലോ 7% വരുന്ന ഫണ്ട് കിട്ടുമോ? ഒരു 1 അല്ല, crore-നെങ്കിലും മതി. AF എന്തായാലും ബിലോ 7% ആണ്. കാരണം മാക്സിമം AF ഓൾറെഡി അവൈൽ ചെയ്തു സർ. AF ഓൾറെഡി അവൈൽ കേരളത്തിൽ ചെയ്തു. എത്ര അവൈൽ ചെയ്തു? 2 കോടി. അപ്പൊ അതേ കിട്ടുള്ളൂ. AF 2 കോടി കിട്ടുള്ളൂ. സർ, NCDC AF കേരളത്തിൽ അവൈൽ ആദ്യമായിട്ട് ചെയ്തു. അവൈൽ ചെയ്ത ഒരു ബാങ്ക് ഞങ്ങളാണ്. അപ്പൊ നമ്മുടെ NCDC 2022 8.97 ആവും. 2020 8.97 ആണ് ഇപ്പോഴത്തെ റേറ്റ്. അത് ഞങ്ങളെ FDR ഓൺ വയ്ക്കുകയാണെങ്കിൽ ഫണ്ടിനേക്കാളും സർ, അത് ഞങ്ങളെ ഓൺ ഓൺ ഫണ്ടിനേക്കാളും ഫണ്ടിനേക്കാളും കൂടുതലല്ലേ? കോസ്റ്റ് കൂടുതലാണ്. കൂടുതലല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ഇതിന് ഈ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. ഞങ്ങൾ ഓൺ ഫണ്ട് ഡെപ്പോസിറ്റ് എടുത്ത് ഡെപ്പോസിറ്റ് എടുത്ത് ചെയ്യുന്നല്ലേ കുറച്ച്. നിങ്ങൾക്ക് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും. What is saying they have 7.5 rate. NCDC റേറ്റ് 8.97 മാക്സിമം FDR വെക്കുകയാണെങ്കിൽ അതിന് 0.25 റിബേറ്റ് കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ റേറ്റ്. അപ്പൊ വലിയൊരു പ്രയോജനം ഇല്ലല്ലേ സർ? അതായത് ഗവൺമെന്റ് മുഖാന്തരമാണ് കുറച്ച് പ്രയോജനമാണ്. പക്ഷെ ഗവൺമെന്റ് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നില്ല. റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രശ്നം 40% ഷെയർ ക്യാപിറ്റലാണ്. അതിന് 50% ലോണ്, 40% ഷെയർ, 10% ഓൺ ഫണ്ട്. പക്ഷെ ഈ 40% ഷെയർ വരുന്ന ഞങ്ങളൊക്കെ ഡിവിഡൻഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. കോസ്റ്റ് വിനിയും കൂടും. ഞങ്ങളൊക്കെ 20-25% ഡിവിഡൻഡ് കൊടുക്കണം. നിങ്ങൾ എന്ത് ഡിവിഡൻഡ് കൊടുക്കുന്നോ ആ ഡിവിഡൻഡ് ഗവൺമെന്റ് കൊടുക്കണം. ഒന്നല്ലോ നിങ്ങൾ ഡിവിഡൻഡ് അപ്പൊ ആ പീരീഡിൽ കുറയ്ക്കണം. അല്ല, നിങ്ങൾ ആ പീരീഡിൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയ്ക്കണം. മറ്റ് സ്കീമുകളൊന്നും ഇല്ല ഒരു അഗ്രികൾച്ചർ ലെവലില്? ഇല്ല. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതാണ്. ആയക്കൂടി യുവസഹകാരിലാണെങ്കിൽ 2%, അതും 8.97, 6.97 കിട്ടും. അത് പ്രോസസിങ്ങിനാണ് മെയിൻ ആയിട്ട്. പുതിയ എന്തെങ്കിലും വാല്യൂ അഡീഷൻ ആയിട്ടുള്ള സ്കീം ആണെങ്കിൽ അത് ഇപ്പോ യുവസഹകാരിൽ വരികയാണെങ്കിൽ 6.87 അല്ലേ? സർവീസ് കോപ്പറേറ്റീവ് എങ്ങനെ കിട്ടും? സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനും അവൈൽ ചെയ്യാം. പക്ഷെ അതൊരു എന്തെങ്കിലും ഒരു ന്യൂ ആക്ടിവിറ്റി ആയിരിക്കണം. അതുപോലെ എൻ്റയർ വാല്യൂ ചെയിൻ ആക്ടിവിറ്റി ആയിരിക്കണം. അതെ അതെ അതെ. അപ്പൊ ഞങ്ങൾ ഓൾറെഡി പലതും പ്രോസസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് പേസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങള് കോക്കനട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം കിട്ടാവുന്ന ലോൺ ഇതാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് കിട്ടുമോ എന്ന് പറയാം. ഏതാണ് ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ യുവസഹകാർ സ്കീമിൽ 2% ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. മതി. പക്ഷെ എന്താണ് താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. സർ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഫിഷ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ് പുതിയാപ്പ എടക്കൽ മൂലൽ സൊസൈറ്റി. NCDC സ്ട്രെങ്തനിങ് ആയിട്ട് തെരഞ്ഞെടുത്തതാണോ അതോ? അതെ, സ്ട്രെങ്തനിങ് ആയിട്ട് തെരഞ്ഞെടുത്തതാണ്. അപ്പൊ ഞങ്ങൾക്ക് 8.92 ലാക്സ് ഇക്വിറ്റി ഷെയർ ഇപ്പം കിട്ടിയിട്ടുണ്ട്. 16-ാം തീയതി ഞങ്ങളുടെ FFPO പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന PMMSY 40% to 60% സബ്സിഡി ഉള്ള സ്കീം ഞങ്ങൾക്ക് CBBO ആയിട്ടുള്ള മത്സ്യഫെഡ് മുഖാന്തരമാണോ അപേക്ഷിക്കുക അതോ ഡയറക്റ്റ് അപേക്ഷിക്കാൻ സാധിക്കുമോ? ഡയറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഈ ഫിഷ് ഫാർമേഴ്സിൽ എടുത്ത സ്ഥിതിക്ക് CBBO മുഖാന്തരം CBBO നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. CBBO മുഖാന്തരമാണ് ചെയ്യേണ്ടത്. കാരണം അത് അപ്പൊ അത് പ്രകാരമാണ് സർ അപേക്ഷ കൊടുക്കേണ്ടത്. അതെ. അപ്പൊ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ചിലപ്പോ ഇവിടെ ഓരോ സ്റ്റേറ്റിനും ഒരു അലോക്കേഷൻ ചെയ്തിട്ടുണ്ടാവും PMMSYയില്. അപ്പൊ അത് ഓൾറെഡി ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ കിട്ടില്ല. ഓരോ സ്റ്റേറ്റിനും ഒരു അലോക്കേഷൻ ഉണ്ട്. അപ്പൊ അത് മത്സ്യഫെഡ് ആയിട്ട് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഹലോ സാർ. ഹലോ സാർ. സാർ പയ്യോളി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആണ്. ഏതാ? പയ്യോളി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആണ്. ഓക്കെ സാർ, ഞങ്ങൾക്ക് പിന്നെ NCDC-യിലേക്ക് പ്രൊജക്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെ സാധിക്കുമോ, അത് നേരിട്ട് തന്നെ സമർപ്പിക്കാൻ കഴിയുമോ? എന്താ ആക്ടിവിറ്റിയാണ്? കോക്കനട്ട് പിന്നെ പ്രൊഡക്റ്റിന്റെ ഒരു സ്കീമാണ്, മറ്റേ കയർ ഉൽപ്പന്നങ്ങൾ. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ 2-3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒന്ന്, സെക്യൂരിറ്റി ഉണ്ടാവണം, പ്രോഫിറ്റിലായിരിക്കണം. പിന്നെ 3 വർഷമെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവണം. പിന്നെ നിങ്ങളുടെ ബൈലോ പ്രകാരം ഈ ആക്ടിവിറ്റി എടുക്കാൻ പറ്റണം. ഓക്കെ. പിന്നെ നിങ്ങളൊരു അതിലൊരു ഇതുണ്ടാവും, എന്താണ്, ബോറോയിങ് പവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ബൈലോ പ്രകാരം. ഇപ്പൊ ഷെയറിന്റെയും റിസർവിന്റെയും കൂടി ഇത്ര ടൈംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അത്രേ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. ലോൺ അല്ലാതെ നിങ്ങളുടെ ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ അത്രേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അത് അത്രയുള്ള കാര്യങ്ങൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്റ്റേറ്റ് സഹകരണ വകുപ്പ് മുഖാന്തരമാണോ, അല്ല നേരിട്ട് NCDC-ക്ക്? സഹകരണ വകുപ്പ് മുഖാന്തരമാണെങ്കിൽ നിങ്ങൾക്ക് അവര് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ 50-40 ആയിട്ട് കിട്ടും. അതല്ല ഡയറക്റ്റ് സമർപ്പിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 65% മുതൽ 70% വരെ കിട്ടും. ഇത് അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയതുകൊണ്ട് AF-ല് 6% മാക്സിമം. 6% ഇപ്പൊ വരില്ല, കുറച്ചുകൂടി കുറവായിരിക്കും, ഇൻട്രസ്റ്റിൽ കിട്ടും. ഓക്കെ 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 സാർ, ആസ് ഓഫ് നൗ ഇല്ല. ഓക്കെ സാർ. ഈ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പയ്യോളിയിലാണ് സാർ. പയ്യോളി, കോഴിക്കോടല്ലേ? കോഴിക്കോട് ജില്ല പയ്യോളിയില്. പയ്യോളി മുനിസിപ്പാലിറ്റി, തുറയൂർ പഞ്ചായത്ത് പരിധിയുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മളുടെ മെയിലിലേക്ക് അയക്കുക. ആപ്ലിക്കേഷൻ ഫോം വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ കോഴിക്കോട് വരുന്നുണ്ടാവും. വരികയാണെങ്കിൽ ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അടുത്ത ആഴ്ച ചിലപ്പോൾ വരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് കണ്ടാലും മതി, അല്ല മെയിൽ അയച്ചാലും മതി. അല്ലെങ്കിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും ഞങ്ങൾ മെയിൽ ID-യും ഫോണും ഇദ്ദേഹത്തിന് കൊടുത്തേക്കാം, അവർ ഗ്രൂപ്പിൽ കൊടുക്കാം. ഓക്കെ. ഹലോ സാർ. ഹലോ സാർ. സാർ കാസർഗോഡ് നിന്നാണ് സാർ. പറഞ്ഞോളൂ. കുറ്റിക്കോൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി. കുറ്റിക്കോൽ SCB-ന്റെ സെക്രട്ടറി ആണ് സാർ. സാർ, AIF സ്കീം ഇപ്പൊ നിലവിലുണ്ടോ സാർ? ഒരു സംശയം. AF ഉണ്ട്. എന്താ സ്കീമിന്റെ കാലാവധി കഴിഞ്ഞു, പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നില്ല എന്നൊക്കെ കേട്ടു. അതുകൊണ്ട് എനിക്ക് തോന്നണത് നബാർഡ് പാക്സാസ് മൾട്ടി സർവീസ് സെന്റർ ആ സ്കീം അവർ നിർത്തി. അപ്പൊ അതില് സാർ ഈ നെഗറ്റീവ് നെറ്റ് വർത്ത് ഗ്രോത്ത് ഉള്ള സംഘങ്ങൾക്ക് NCDC സഹായം കിട്ടൂല, അത് സാറ് ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ പാക്സിനെ പോലെ പിന്നെ വയബിലിറ്റിയിലെ സംഘങ്ങൾക്ക് NCDC ഹെൽപ്പ് കിട്ടൂല, ധനസഹായം കിട്ടൂലേ? അല്ല, നിങ്ങൾ നെറ്റ്വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ കിട്ടും. AF ഡയറക്ട് ഫണ്ടിങ് തന്നെ പറ്റുള്ളൂ. അപ്പൊ അത് പോർട്ടലിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണം. അപ്പൊ അത് ഓരോ NCDC ആവുമ്പോ നെറ്റ്വർക്ക് പോസിറ്റീവ് ആയിരിക്കണം. സാർ, കേരളത്തിൽ ഇപ്പൊ ഇതിന്റെ റീജിയണൽ ഓഫീസ് ഉണ്ട് സാർ NCDC-ന്റെ? തിരുവനന്തപുരത്താണ്. ഓക്കെ സാർ, താങ്ക് യു. തിരുവനന്തപുരത്ത് നളന്ദ ജംഗ്ഷനിലാണ് ഞങ്ങളുടെ ഓഫീസ്. അതായത് PMG-ന്ന് നന്ദൻകോടേക്ക് പോകുമ്പോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. ശരി. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. സാറേ നമസ്കാരം. നമസ്കാരം. ഇത് കാസർഗോഡ് തന്നെയാണ് വിളിക്കുന്നത്. ഉദുമ പാനൂർ അർബൻ സഹകരണ സംഘമാണ്. അപ്പോൾ സാറിന്റെ ക്ലാസ്സെല്ലാം കേട്ടു. അപ്പം നമ്മൾ ഒരു സംശയം, അഗ്രികൾച്ചർ അല്ലാതെ നമ്മൾ ഓഫീസ് കെട്ടിടത്തിനെല്ലാം എന്തെങ്കിലും NCDC വായ്പ കിട്ടാൻ വഴിയുണ്ടോ? ലോൺ
അഗ്രികൾച്ചർ റിലേറ്റഡ് സംഘങ്ങൾക്കാണ്, പിന്നെ കൺസ്യൂമർ സംഘങ്ങൾ അവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അർബൻ സംഘങ്ങള് ജനറലി കവേർഡ് അല്ല. അല്ല സർ, കവേർഡ് അല്ല. അത് ശരി, അർബൻ വരുന്നില്ല അല്ലെ? ഇല്ല, NCDC ആക്ടില് വരുന്നില്ല. അത് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മള് പറയാം. ഞങ്ങള് ഓഫീസ് മാത്രം ഉദ്ദേശിക്കുന്നത്, ബാക്കി കുറച്ച് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അഗ്രികൾച്ചർ കോക്കനട്ടായിട്ട് ബന്ധപ്പെട്ടതിന് ഉദ്ദേശിക്കുന്നത്. ഓഫീസിൽ തന്നെ വലിയൊരു ഷോപ്പ്, വലിയ ബിൽഡിംഗ് ചെയ്തിട്ട് പ്രൊജക്ട് എന്തിനാണ് അഗ്രികൾച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് ബൈലോ പ്രൊവിഷൻ ഉണ്ടാവോ? അല്ല, കോക്കനട്ട് പ്രോസസിംഗിന്റെ ഇതുണ്ട്, ബൈലോ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഞങ്ങള് അർബൻ ജനറലി കവേർഡ് അല്ല. എന്നാ നിങ്ങളത് അയക്കുകയാണെങ്കിൽ ഡൽഹിയില് ഞങ്ങളുടെ ഹെഡ് ഓഫീസായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് അവര് പറയുകയാണെങ്കിൽ പറയാം. ജനറലി അർബൻ കോപ്പറേറ്റീവ്സ് ആസ് കവേർഡ് അല്ല. അർബൻ ബാങ്കുകളൊന്നും NCDCയുടെ പരിധിയിൽ വരുന്നില്ല. ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മെയിലൊക്കെ അയക്കാൻ എന്താണ് നിങ്ങളുടെ അത് നിങ്ങൾ പോസിറ്റീവ് നെറ്റ്വർക്ക് ഒക്കെയാണോ? അതെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ്, നല്ല പ്രോഫിറ്റ്. ഞങ്ങൾ ഹെഡ് ഓഫീസിലൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ ആസിറ്റീസ് എലിജിബിൾ അല്ല. സാറിന്റെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അറിയിക്കൊന്ന്, ഞാൻ കോൺടാക്ട് നമ്പർ ഇട്ടുണ്ടെങ്കിൽ മെയിൽ ID ഗ്രൂപ്പിൽ ഇടാം, അല്ലെങ്കിൽ ro.pm@ncdc.in. ശരി, ഗ്രൂപ്പിൽ വെറുതെ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. ശരി സർ, ഓക്കെ, താങ്ക് യു. സാറേ, ഒരു സംശയം. നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കാൻ നേരത്തെ ഇക്വിറ്റിയിൽ നമുക്ക് ഫ്രീ റിസർവ്സും കൂടി ചേർക്കാൻ പറ്റുമോ? ഏതാ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മളെ ക്രൈറ്റീരിയ പറഞ്ഞതില് അതിൽ ഇക്വിറ്റി കണക്കാക്കുമ്പോൾ ഫ്രീ റിസർവ്സും കൂടി ചേർക്കാൻ പറ്റുമോ ഷെയറിന്റെ കൂടെ? ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ഫണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരേണ്ടി വരും. അതായത് ബാങ്ക് ലോൺ ആയിരിക്കരുത് അത്. ഞങ്ങൾ അതൊരു ബാധ്യതയായിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഫണ്ട് ആയിരിക്കണം, അത് ഓൺ ഫണ്ട് ആയിരിക്കണം. ഓക്കെ. പിന്നെ ഒരു സംശയം കൂടി ഉള്ളത്, നമുക്ക് സെക്യൂരിറ്റി തരുന്നതിന്റെ മൂല്യം ഞങ്ങൾ ഒരു 5 കോടി രൂപയാണ് അവൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് 5 കോടി രൂപ വാല്യുവേഷൻ കിട്ടിയ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിലാണ് നമ്മൾ ഡെവലപ്മെന്റ് വരുത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ഈടായിട്ട് സ്വീകരിക്കുമോ, അതോ 6 കോടി അല്ലെങ്കിൽ 7 കോടി രൂപയുടെ എങ്കിലും തുടക്കത്തിൽ തന്നെ വാല്യുവേഷൻ കിട്ടിയ പ്രോപ്പർട്ടി വേണ്ടി വരുമോ? 5 കോടിയാണെങ്കിൽ നമ്മൾ 7.5 കോടിയുടെ വാല്യുവേഷൻ വേണം. നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ട് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ 5 കോടിയുടെ ലാൻഡ് ഉണ്ട്. ഓക്കെ, അത് നമ്മള് ലാൻഡ് വാല്യൂ വേണം. സാധാരണ SBI വാല്യൂ വരെയാണ് നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ ഒന്നിലോ നിങ്ങളുടെ പർച്ചേസ് വാല്യൂ, അല്ലെങ്കിൽ അവിടുത്തെ ഗൈഡൻസ് വാല്യൂ, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ, പിന്നെ ഒരു ഡിസ്ട്രസ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ ഏതാണ് കുറവ് അതാണ് നമ്മൾ എടുക്കുക. പിന്നീട് നമുക്ക് ഇതിപ്പോ ഒരു പ്രോസസിംഗ് യൂണിറ്റ് ആണ് സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ യൂണിറ്റും ഇതിന്റെ അതിലിപ്പോ നിങ്ങൾ വാല്യൂ വന്നപ്പോ 5 കോടി വന്നു. ഈ യൂണിറ്റ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യണതിന് ഒരു 3 കോടി വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതും ഇതിനെ പ്ലഡ് ചെയ്യാൻ പറ്റും നമുക്ക്. എൻറ്റയർ ലാൻഡ് വേണമെന്നില്ല. പിന്നെ അതല്ല FDR ഉണ്ടെങ്കിൽ അത് വെക്കാം. FDR ആണെങ്കിൽ 1.2 times മാക്സിമം മതി. അതല്ല ലാൻഡ് ആണെങ്കിൽ മാക്സിമം 1.5 times. അതിപ്പോ നമ്മള് സാധാരണ നിങ്ങൾ ബാങ്ക് ചെയ്യുന്ന മാതിരി തന്നെ ഇപ്പൊ നല്ല ബാങ്ക് ആണെന്ന് വിചാരിക്കുക, നമുക്ക് ഇപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇളവ് ചെയ്യും. അതല്ല അതിന് നമുക്ക് ഇപ്പൊ ഡൗട്ട് ആണെന്ന് തോന്നുകയാണ്, അപ്പോഴാണല്ലോ നമ്മള് സെക്യൂരിറ്റി കൂടുതൽ മേടിക്കുക. അപ്പൊ അതാണ് 1.25 to 1.5 എന്ന് പറഞ്ഞാൽ. അതില് ലാൻഡും അതിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസറ്റ്, അത് രണ്ടും കൂടി എടുക്കാം. ഓക്കെ, നമുക്കിപ്പം രജിസ്ട്രാർ അംഗീകരിച്ച വാല്യുവേറ്റർ വാല്യൂ ചെയ്ത പ്രോപ്പർട്ടിയാണ്. നിലവിൽ അതിലൊരു ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്ത് വരുന്നുണ്ട്.
അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാല്യുവേഷൻ മതിയാവും, അതോ NCDC ഈ പറഞ്ഞത് രീതിയിൽ SBIയുടെ വാല്യുവേറ്ററെ കൊണ്ട് വീണ്ടും ചെയ്യാണ് നമ്മൾ എടുക്കുന്ന ഡയറക്ട് ഫണ്ടിങ്ങിന്? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. ഒരു സംശയം ചോദിച്ചോട്ടെ. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നമുക്ക് പിന്നെ ബാങ്ക് പ്രവർത്തിക്കുന്നത് മുകളിലത്തെ 2ാമത്തെ നിലയിലാണ്. അപ്പൊ താഴെ നമുക്ക് ഫർണിഷ് ചെയ്യുന്ന ബാങ്ക് ഇങ്ങോട്ട് അതിന്റെ കൗണ്ടറും ഇതുമൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ അതിന് നമുക്ക് ഫണ്ടിങ് കിട്ടുമോ? അതായത് മോഡേണൈസേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള സ്കീം ഉണ്ട്, അതില് കിട്ടും. അതിന് പിന്നെ പറയൂ സാർ. അല്ല, ഈ ഡയറക്ട് ഫണ്ടിങ് ആണെങ്കിൽ ഈ പ്രൈമറി എലിജിബിലിറ്റി നോക്കും. അതിനുശേഷം ഡയറക്ട് ഫണ്ടിങ് മേടിക്കാം. ലാഭത്തിലാണ് 5 കൊല്ലമായി ആഡിറ്റ് ക്ലാസിഫിക്കേഷൻ A ആണ്. ഓക്കെ. ഡയറക്റ്റ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവാദം വാങ്ങിക്കണമോ? അത് ജനറലി അവരുടെ ഒരു അപ്രൂവൽ ഇല്ലെങ്കിൽ അവര് എല്ലാത്തിനും ഇടങ്കൂരിടില്ലേ? വേണ്ട. അപ്രൂവലൊക്കെ കിട്ടി വരുമ്പോ അല്ല, സാധാരണഗതിക്ക് ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന ഒരു എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു പ്രശ്നം പറയാറില്ല. സൊസൈറ്റി നല്ലതാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറയാന്ന് കേൾക്കാറില്ല. നമ്മള് കുറെ സംഘങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനറലി ആയിട്ട് അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞൂടാ. ഈ ഓൺ ഫണ്ട് യൂട്ടിലൈസേഷൻ ചെയ്യും എന്ന് പറയുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നം സാധാരണഗതിക്ക്. ഇത് നല്ല ബാങ്ക് ആണെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈടായിട്ട് എന്താ തരേണ്ടത് സർ? ഈടായിട്ട് FDR ആവാം, അല്ലെങ്കിൽ ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം. ഇതിന്റെ പീരീഡ് എത്രയാ സാറേ? പീരീഡ് 5 തൊട്ട് എത്ര ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 8 വർഷം. നമ്മളിപ്പോ ഒരു 25 lakhs ആണ് എടുക്കുന്നതെങ്കിൽ 8 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി, അല്ലെങ്കിൽ 5 വർഷം ആവാം. ഇനി അതല്ല, നിങ്ങൾ 2 വർഷം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ട്, നിങ്ങൾ പ്രീ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ അതിലും കുഴപ്പമില്ല. 5 കോടി വരെയാണെങ്കിൽ നിങ്ങൾ NCDCക്ക് പ്രത്യേകിച്ച് ഇൻഫോർമേഷൻ ഒന്നും കൊടുക്കേണ്ടപ്പോ നാളെ നിങ്ങളുടെ ഫണ്ട് ഉണ്ട് എന്ന് വെച്ചാല് ഉടനെ തിരിച്ചടയ്ക്കാം. അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ഒരു അഡ്വാൻസ് നോട്ടീസ് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ 8.75 ആണ് സാറേ ഇൻട്രസ്റ്റ് റേറ്റ്. 8.97. അത് 97. ഡയറക്ട് ഫണ്ടിങ് ആവുമ്പോ ഹാഫ് ഇയർലി റീപേയ്മെന്റ് ആണ്. അതായത് ഓരോ അപ്പൊ നിങ്ങൾക്ക് ജനറലി 14 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചടക്കേണ്ടി വരും. അതായത് ഫസ്റ്റ് ഇയർ വേണമെങ്കിൽ മൊറട്ടോറിയം എടുക്കാം, അല്ലെങ്കിൽ 0 അടയ്ക്കാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ബന്ധപ്പെടാം. ഓക്കെ, സാർ നമസ്കാരം. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കിട്ടുക അറിയാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഓഡിറ്റോറിയം ബാങ്ക്. അപ്പൊ അതിന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? അതെ അതെ, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ് ഇടപ്പറ്റ സർവീസ് ബാങ്ക്, മലപ്പുറം ജില്ല. ഇടപ്പറ്റ, മലപ്പുറം. അത് കിട്ടും. ഓഡിറ്റോറിയം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവൈൽ ചെയ്യാവുന്നതാണ്. അതായത് എന്താ പറയാ, ബാങ്കിങ്ങിലല്ലാതെ വരിക നിങ്ങളുടെ ബൈലോയിലുണ്ട്. അതെ, ഓഡിറ്റോറിയം പോയല്ലോ. എന്തായാലും അത് ഓഡിറ്റോറിയം നിങ്ങൾ അവൈൽ ചെയ്യണമെങ്കിൽ അവൈൽ ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര? ഈ ഡയറക്ട് ഫണ്ടിങ് ആണ്. FDR ആണ് സെക്യൂരിറ്റി വെക്കണമെങ്കിൽ 0.25 ഇളവ് കിട്ടും. FDR ആണെങ്കിൽ 0.25 കിട്ടും അല്ലേ? നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ 1.2 ടൈംസ് വെച്ചാൽ മതി. 1.2 ടൈംസ്. 1.2 ടൈംസ്. 1.2 ടൈംസ് വെച്ചാൽ നമ്മള്
ഇതായി പോയില്ലേ, നിങ്ങൾ അടുത്തിലേക്ക് നമ്മളെ ഇവിടെ നിന്ന് എടുക്കും. ഓക്കെ സാർ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മള് ഫോൺ നമ്പർ തരാം, പിന്നെ അതുപോലെ മെയിൽ ഐ ഡി കൊടുക്കാം. പിന്നീട് ബന്ധപ്പെടാം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? സാജി സാറേ വേദിയിലുണ്ടല്ലോ അല്ലേ? സാറേ എങ്ങനെ പരിപാടി വൈൻഡപ്പ് ചെയ്യാമോ? വൈൻഡപ്പ് ചെയ്യാം. പരിപാടി ക്ഷണിച്ച നിങ്ങൾക്ക് വളരെ നന്ദി. അതുപോലെ പരിപാടി കേട്ട് നമ്മളെ സഹായിച്ച എല്ലാവർക്കും നമ്മുടെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. സഹകരണ വീക്ഷണം കേരളത്തിലെ സഹകരണ മേഖലയിലെ ഒരു പുതിയൊരു കൂട്ടായ്മയാണ്. എല്ലാ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും സംഘം ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, മാധ്യമ പ്രവർത്തകരാണെങ്കിലും നമ്മുടെ അഡ്വക്കേറ്റുമാരാണെങ്കിലും എല്ലാവരെയും കൂട്ടി ഡയറക്ട് ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്. നമ്മൾ നടത്തുന്ന 26ാമത് ട്രെയിനിങ് പ്രോഗ്രാമാണ് കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള. ഈ സാധനം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ലോഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും NCDC നൽകുന്ന സേവനങ്ങൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ കൂടി കാണാനും മനസ്സിലാക്കാനും ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നമുക്ക് വളരെ വ്യക്തമായി NCDC നൽകുന്ന സേവനങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന അതിന്റെ നമ്മുടെ പ്രിയപ്പെട്ട KN ശ്രീധരൻ സാർ ഉൾപ്പെടെയുള്ള NCDCയുടെ എല്ലാ ഭാരവാഹികൾക്കും സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. താങ്ക് യു സാർ. നമസ്കാരം. ഓക്കെ, താങ്ക് യു. നമസ്കാരം.
വാങ്ങാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സർക്കാരിന്റെ അവിടെ സ്ഥലമാണ്.
മഞ്ഞ് വേണ്ട, മഞ്ഞ് വേണ്ട. നേരത്തെ തൂറിയിട്ട് പകുതിയാക്കി എണിച്ചതാണ്.
എന്താ പ്രശ്നം? എനിക്ക് കുഴപ്പമില്ല ചെയ്ത് അങ്ങനെ ടീച്ചറുടെ തലേന്ന് വിളിച്ച പറഞ്ഞിട്ട് മനസ്സിലായി. ടീച്ചർമാരാണ് ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത്. ഉം. ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി ആ. ടീച്ചർക്ക് നടക്കാനില്ല. ഏയ് അച്ഛനൊക്കെ എന്തിനാ? ഉം. അമ്മയ്ക്ക് ഞാൻ എന്ത്? കണ്ടോ? എന്താണ്? ഇതൊരു ഗൂഗിൾ മീറ്റ് ചെയ്ത് ഞാൻ മറന്നു. കഴിയാറായി.